₹1000 താഴെ, കറക്റ്റായിട്ട് പറഞ്ഞ വെറും ₹700 നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗെയിമിംഗ് മൗസാണ് ആൻഡ് ഈ സ്പോർട്സിൻ്റെ ഈ ഒരു ഐറ്റം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് അൺബോക്സ്. വാറണ്ടി കാർഡ്, പേപ്പർ വർക്ക്സ്, പിന്നെ ഇതാ നമ്മുടെ മൗസ്. എങ്ങനെയുണ്ട് ഗൈസ് ലുക്ക്? കൊള്ളാല്ലേ? ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. മേറ്റ് കളറിലുള്ള ഡിസൈനാണ് കേട്ടോ. ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇത് ഗ്ലോസി ടൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കേബിൾ ബ്രൈഡഡ് കേബിളാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 112 ഗ്രാമാണ്. ഒരു ഗെയിമിംഗ് മൗസ് ലോങ് ടൈം സെഷനിലുള്ളതായതുകൊണ്ട് തന്നെ വെയിറ്റ് മാറ്റേഴ്സ്. ആക്ച്വലി ഇതൊരു 8 ബട്ടൺ മൗസാണ്. ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, പിന്നെ സ്ക്രോൾ വീല്, DPI, പിന്നെ LED ലൈറ്റ്, പിന്നെ ബാക്ക്വേർഡ് ഫോർവേഡ് ബട്ടണും, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഫയറിംഗ് ബട്ടണുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് മാക്സിമം 12,000 DPI ആണ് വരുന്നത്, വിച്ച് ഈസ് വെരി ഹൈ. 12,000 DPIയിലൊക്കെ ആരെയും ഗെയിം കളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മാക്സിമം ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒരു 3,000 DPIയിലാണ്. അതിലെനിക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുള്ളൂ. അതിലും കൂടുതലായി കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾ എത്ര DPIയിൽ വരെ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റേഞ്ചിലുള്ള ഒരു മൗസായിട്ട് കൂടി ആൻഡ് സ്പോർട്സ് ഇതിന് സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റ്, DPI, പോളിംഗ് റേറ്റ് എല്ലാം തന്നെ സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സെൻസറിനെ കുറിച്ച് കമ്പനി പ്രത്യേകിച്ചിട്ടും പറഞ്ഞിട്ടില്ല. സോ നോർമലായിട്ടുള്ള സെൻസർ ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ 100 Hz പോളിംഗ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പോളിംഗ് റേറ്റ് എന്താണെന്ന് അറിയാം, നമ്മുടെ സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് പോലത്തെ സംഭവം തന്നെയാണ് പോളിംഗ് റേറ്റ്. നമ്മൾ മൗസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ലൈറ്റിംഗ് 13 മോഡ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഞെക്കി ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. ഒരു ₹700 നല്ലൊരു വർത്തായിട്ടുള്ള മൗസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് ആക്ച്വലി ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിൽ ഇതിന് വില കുറച്ച് കൂടുതലാണ്, ഏതാണ്ട് ₹800 വരുന്നുണ്ട്. ഞാൻ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയപ്പം എനിക്ക് ₹700 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു ഐറ്റം വാങ്ങുന്നത്. അതിൽ വർത്തായിട്ടുള്ള ഐറ്റം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടിന് നമുക്ക് കൂടുതൽ ഐറ്റംസ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റും. സോ കീപ് സപ്പോർട്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.